പല തെന്നിന്ത്യൻ ഭാഷകളിലായി 10,000-കണക്കിന് ഗാനങ്ങൾ ആലപിച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ അതുല്യ ഗായികയാണ് എസ് ജാനകി. ആന്ധ്രയിലെ ഗുണ്ടൂരിൽ 1938 ജനിച്ച എസ് ജാനകി തന്റെ 19-ാം വയസ്സിൽ, അതായത് 1957 വിധിയൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെ പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിച്ചു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ 20ഓളം ഭാഷകളിൽ അവർ പാടിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ റെപ്പല്ലയിൽ 1938 ഏപ്രിൽ 23 ജാനകി ജനിച്ചത്. ആയുർവേദ ഡോക്ടറായിരുന്ന ശിസ്തില രാമമൂർത്തിയാണ് പിതാവ്. ചെറുപ്പകാലത്ത് തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ജാനകി അമ്മാവനായ ഡോക്ടർ ചന്ദ്രശേഖരന്റെ സംരക്ഷണയിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതലേ സംഗീതത്തിൽ താല്പര്യം കാണിച്ചിട്ടുള്ള അവർ ഔദ്യോഗികമായി ശാസ്ത്രീയ സംഗീതം വലിയ തോതിൽ അഭ്യസിച്ചിട്ടില്ല. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ ലളിത സംഗീത മത്സരത്തിൽ 2ാം സ്ഥാനത്തെത്തിയതോടെയാണ് ജാനകി സംഗീത ലോകത്ത് ശ്രദ്ധേയയായി മാറിയത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 4 തവണ നേടിയിട്ടുണ്ട്. വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരങ്ങളും ഫിലിം ഫെയർ അവാർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. 2013 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ബഹുമതി നിരസിക്കുകയുണ്ടായി. തന്റെ ശബ്ദത്തിന് പ്രായം തളർച്ച വരുത്തുന്നതിനു മുൻപ് സംഗീത രംഗത്തു നിന്നും വിട പറയണമെന്ന് ആഗ്രഹിച്ച എസ് ജാനകി 2017 ഔദ്യോഗികമായി പിന്നണി ഗാനാലാപനത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യയുടെ ഈ വാനം പാടി മൈസൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് ജൂലൈ 11 ഈ ലോകത്തോട് വിട പറയുന്നത്.